സമുദായം എന്നീ വ്യത്യസ്ത വിഭാഗങ്ങളിൽ, ഉദാഹരണം സുന്നി, മുജാഹിദ്, തബ്ലീഗ്, ജമാഅത്ത് ഇസ്ലാമി എന്നിങ്ങനെ ഒരുപാട് വിഭാഗങ്ങളായി വേർതിരിവുണ്ടാക്കി. സമുദായത്തെ ഭിന്നിച്ച് നിർത്തുന്നത് ശരിയാണോ? ഇസ്ലാമിന്റെ കെട്ടുറപ്പിനും മുസ്ലിം സമുദായത്തിന്റെ വളർച്ചയ്ക്കും വിട്ടുവീഴ്ച ചെയ്ത ആശയക്കുഴപ്പങ്ങൾ തീർത്തുകൂടെ? ശരി, തീർക്കേണ്ടത് തന്നെയാണ്, യാതൊരു സംശയമില്ലാത്ത വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയിട്ട് പറഞ്ഞു, വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു, വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ആ പ്രവാചകൻ വീണ്ടും പറഞ്ഞു, ലതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല. പ്രവാചകൻ പറഞ്ഞു, എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും, അതിൽ 72 നരകത്തിൽ പോകും, ഒരെണ്ണം മാത്രം സ്വർഗത്തിൽ. അതാണ് അപ്പുറത്ത് ഉത്തരം പറഞ്ഞപ്പോൾ ആമുഖമായി പറഞ്ഞത്, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. ഒരു റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്, മാ അന അലൈഹി വഅസ്ഹാബി എന്ന റിപ്പോർട്ട്. വഫീ റിവായത്തുൻ ഉഖ്റാ മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി എന്ന് തന്നെയുണ്ട്. അതെ, ഇന്നത്തെ ദിവസം ഞാനും എന്റെ സ്വഹാബികളും ഏതു മാർഗത്തിൽ നിന്നുവോ ആ മാർഗത്തിൽ നിലനിൽക്കുന്നവർ. ഉദാഹരണത്തിന് ആമുഖമായി ഞാൻ പറയട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതായിരുന്നല്ലോ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതൊന്ന്. പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞത്, ഖുറൈശികളോട് പറഞ്ഞത്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോളൂ, എന്നാൽ തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും. ഇമാം മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തിയ വളരെ കൃത്യമാണ്, ഇജ്അൽ ഖൽബക മസ്ജിദ, ഇജ്അൽ ഖൽബക മസ്ജിദ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അതെ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പള്ളിയാക്കിക്കോ, അവിടെ അല്ലാഹുവിനോടൊപ്പം വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതുപോലെ എന്ന്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒന്നിക്കാൻ കഴിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒന്നിക്കുക. ശേഷം ഇവിടെ ഉദ്ധരിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, പ്രവാചകന്റെ സ്വഹാബികളുടെ കാലത്ത് 2 ബാങ്ക്, പിന്നീട് ഒറ്റ ബാങ്കായി മുജാഹിദുകൾ മാറ്റിയെന്ന്. അല്ല, ഒരിക്കലുമല്ല. എന്റെ സുന്നി സഹോദരന്മാർക്കറിയാം, അവരുടെ പണ്ഡിതന്മാരിലെ പ്രധാനപ്പെട്ട ആളാണല്ലോ ആ മദ്ഹബിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ റഹിമഹുല്ലാ, രണ്ടും ഇരിക്കട്ടെ. അതെ, അദ്ദേഹം തന്റെ കിതാബുൽ ഉമ്മിൽ രേഖപ്പെടുത്തി, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആവട്ടെ, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ആവട്ടെ, രണ്ടിലാരാണെങ്കിലും, ഈ രണ്ടാമത്തെ പാക് സമ്പ്രദായം ഉണ്ടാക്കിയത് ആരാണെങ്കിലും, ഞാൻ ഇഷ്ടപ്പെടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ഒറ്റ ബാങ്കാണ്, അത് ഇമാം മിമ്പറിൽ ഇരിക്കുമ്പോൾ കൊടുക്കുന്ന ബാങ്കാണ് എന്നാണ് നമ്മളിത് പറയുന്നു. അതെ, അവരൊറ്റ ബാങ്ക് കൊടുത്ത കുഴപ്പമില്ല, രണ്ടാമതൊരു ബാങ്ക് കൂടി കൊടുത്തത് കൊണ്ട് ദീനിൽ ഭിന്നിപ്പുണ്ടായി എന്നും മാത്രമല്ല അത് ലോകത്തൊരിടത്തും അത് ചെയ്യുന്നില്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ശാഫിഈ മദ്ഹബിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത്. നിങ്ങൾ ചെയ്യാത്തത് നമ്മൾ കുറ്റമല്ലല്ലോ. ഇനി രണ്ടാമത്തേത്, സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടില്ല എന്ന് ഞാൻ പറയട്ടെ, ഹുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദുന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്രി മുതലഫിആത്തിൻ ബിമുറൂത്തിഹിന്ന ثم ينقلبن الى بيوتهن حين يقضين الصلاه لا يعرفهن احد من الغلط. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി റിപ്പോർട്ട് സഹീഹായ ഹദീസല്ലേ, ആയിഷ ബി പറയാണ്, ഞങ്ങൾ മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ, മറ്റൊന്നിൽ കാണാം ഹുന്ന ഗൈബത്തിനെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ അവർ സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ പോയിരുന്നു, അവരുടെ മൂടുപടം അണിഞ്ഞുകൊണ്ട്. എന്നിട്ടോ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആരും ഇരുട്ട് കാരണം അവരറിഞ്ഞിരുന്നില്ല എന്ന് മഹാനായ ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസ്. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ശാഫിഈ മദ്ഹബിലെ പ്രധാനപ്പെട്ട പണ്ഡിതൻ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, രാത്രി പെണ്ണുങ്ങൾ പള്ളിയിൽ പോകൽ വളരെ പ്രയാസകരമാണ്. അതെ, ഫിത്ന ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. ആ സമയത്ത് പോയി എന്ന് വന്നാൽ പകലിൽ എന്തുകൊണ്ടും പോകാം. ഇബ്നു ഹജർ അസ്ഖലാനി ഫത്തുൽ ബാരി കയ്യിലുണ്ടോ? മറിച്ചു നോക്കിക്കോളൂ. കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ബുഖാരിയിൽ മറ്റൊരു ഹദീസ് കാണാം, ഇബ്നു ഹജർ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ മകനെ ഇടിച്ചു അത്രേ, തന്റെ ഭാര്യയെ പള്ളിയിൽ വിടില്ല എന്ന് പറഞ്ഞപ്പോ ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സുന്നത്ത് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ് എന്ന് പറഞ്ഞ ഹദീസിനെ അതിനെ നിഷേധിച്ചതിന്റെ പേരിൽ ഒരുത്തനെ വേണമെങ്കിൽ ഇടിച്ചുകൊണ്ടും തിരുത്താം എന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, എന്നേ ദിവസം ഇതാ നിങ്ങൾക്ക് ദീന് പൂർത്തിയാക്കിയിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് ഖുർആനിൽ സൂറത്ത്
മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു മതം പരിപൂർണമായി. അതുകൊണ്ട് സൊല്യൂഷൻ ഞാൻ പറയട്ടെ, പ്രവാചകനിലേക്കും പരിശുദ്ധ ഖുർആനിലേക്കും മടങ്ങുക. അള്ളാഹുവിന്റെ ഖുർആനിലേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്കും സഹാബത്തിന്റെ ചര്യയിലേക്കും താബിഈങ്ങളുടെയും താബിഈങ്ങളുടെയും മാർഗത്തിലേക്കും മഹത്തുക്കളായ ഇമാംമാരുടെ മാർഗത്തിലേക്കും മടങ്ങിപ്പോകൽ മാത്രമേ ഉള്ളൂ യഥാർത്ഥ മുഅ്മിനാകാൻ കാര്യം എന്നുണർത്തുന്നു.